ഹലോ, വെൽക്കം ടു സോഫിയാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടപ്രഥമനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടപ്രഥമനാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാമിൻ്റെ അരി അടയാണ് എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും മൈദ അടയെക്കാട്ടിലും അരി അടയാണ് നല്ലത്. അപ്പോൾ ഇത് നമുക്കൊരു ചെറിയ പീസസ്സായിട്ട്, ഒരുപാട് ചെറുതല്ല, മീഡിയം പീസസ്സായിട്ട് ഒടിച്ചിടണം. ഇത് വേവിക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് നല്ല നികത്തി വെള്ളം ഒഴിക്കണം. കുറച്ചധികം വെള്ളത്തിൽ വേണം ഇത് വേവിക്കാനായിട്ട്, കാരണം ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് കുറുകും. അപ്പം നമുക്കിത് നന്നായിട്ട്, ഇതിന് പശയുള്ളതാണ്, അതുകൊണ്ട് കുറച്ചധികം വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയാണ്, 300 ഗ്രാം ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പം നമുക്ക് കറക്റ്റ് ഒരു മധുരത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 300 ഗ്രാം ശർക്കര മതിയാവും. ശർക്കര ഇവിടെ ഉരുകിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. 25 മിനിറ്റൊക്കെ ആയപ്പോഴത്തേന് ഈ അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും നമ്മൾ അട വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ സമയത്ത് തന്നെ നന്നായിട്ട് വെന്തിട്ട് വേണം ഇത് നമുക്ക് ഊറ്റാനായിട്ട്. ഇതൊരു 3 വെള്ളത്തിലെങ്കിലും നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വേണം നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇതിലെ പശ മൊത്തം കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി തേങ്ങാപ്പാലിന് ആവശ്യമായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള തേങ്ങ മിക്സിയിലിട്ട് അരച്ച് പാലെടുക്കാനായിട്ട് എടുക്കുവാണ്. അപ്പം നമുക്ക് ഇവിടെ അടയെല്ലാം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 1-ാം പാല്, 2-ാം പാല്, ശർക്കര പാനിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയും കുറച്ച് കിസ്മിസും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേ നെയ്യിൽ തന്നെ നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അട നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. 5 മിനിറ്റോളം ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അട നന്നായിട്ട് നെയ്യുമായിട്ട് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് അറിയത്തില്ലെങ്കിൽ ആദ്യം കുറച്ചധികം ശർക്കര എടുത്ത് ഉരുക്കി വെക്കുക. എന്നിട്ട് കുറച്ച് ശർക്കര പാനിയിൽ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ മധുരം അഡ്ജസ്റ്റ് ചെയ്യാൻ ലാസ്റ്റിൽ ഒഴിക്കാം. അപ്പോൾ ഈ ശർക്കര നന്നായിട്ടൊന്ന് വഴണ്ട് വരണം ഇതിൽ കിടന്നിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ആ പായസത്തിന്. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള പായസം തന്നെയാണ് ഈ ഒരു അളവിൽ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ശർക്കരയുടെ അളവ് അറിയത്തില്ലെങ്കിൽ കുറച്ച് ശർക്കരപ്പാനി മാറ്റി വെച്ചിരുന്നാൽ മതി. ലാസ്റ്റിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്തതിന് ശേഷം മധുരം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചാലും മതി. ഇനി ഞാനിതിലേക്ക് 300 ml 2-ാം പാലാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് പറ്റിച്ചെടുക്കണം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 5 ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ഒന്ന് പറ്റി വരാൻ ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും. അതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പിരിഞ്ഞ് കിടക്കും. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് ഉപ്പ്. ഇത് പറ്റിയിട്ടുണ്ട്. ഈ 2-ാം പാൽ ഒഴിച്ചതും ശർക്കര എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. അതും ഒരു 300 ml 1-ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നോക്കുക, നെയ്യ് പിന്നെ മധുരം എല്ലാം കറക്റ്റാണോ എന്ന്. മധുരം കുറവാണെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനിയൊക്കെ ഉണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിതിലേക്ക് വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും കിസ്മിസും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് 1 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ടും. ഞാൻ പറഞ്ഞതുപോലെ ശർക്കരയുടെയും അടയുടെയും ഒക്കെ അളവും വേവും മധുരവും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ല വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.